ശ്രീ കാശിയുടെ കൈ പിടിച്ചു നിന്നു. നീ ആരാടാ എന്നെ തടുക്കാൻ? ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. കുടുംബ പ്രശ്നമൊക്കെ അങ്ങ് കുടുംബത്തിൽ, ഇത് അമ്പലമാണ്. ഇവിടെ നിന്റെ കയ്യാങ്കളി നടക്കില്ല. ശ്രീ അവന്റെ കൈവിട്ടു. അച്ഛനെ കണ്ടപ്പോൾ രാധിക കരഞ്ഞുകൊണ്ട് രഘുവിന്റെ അടുത്തേക്ക് പോയി. കാശി, ഇങ്ങോട്ട് വാ, രഘു പറഞ്ഞു. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടാ, കാശി പറഞ്ഞു. ആയിക്കോട്ടെ. ശ്രീ വിട്ടുകൊടുത്തില്ല. രാധിക ശ്രീയെ നോക്കി ചിരിച്ചു. ശ്രീ തിരിച്ചു. ശ്രീ എല്ലാവരെയും നോക്കുമ്പോഴാണ് ഇടുപ്പിൽ 2 കൈയും കുത്തി മുഖം വീർപ്പിച്ചു നിൽക്കുന്ന ഗൗരിയെ കണ്ടത്. അയ്യോ, ശ്രീ നെഞ്ചിൽ കൈവച്ചു. ഗൗരി രാധികയെ നോക്കി. രാധിക അപ്പോഴും ശ്രീയെ നോക്കി നിൽക്കുന്നത് കണ്ട് ഗൗരി ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു. ഗൗരി, ഗൗരി! ശ്രീ ഗൗരിക്ക് പിന്നാലെ പോയി. ഗൗരിയെ വിളിച്ചു പോകുന്ന ശ്രീനാഥിനെ ശ്രീജ നോക്കി നിന്നു. ഗൗരി റോഡിലേക്ക് ഇറങ്ങി ഓടി. പിന്നാലെ ശ്രീയും. ഗൗരി! വേണ്ട ശ്രീയേട്ടാ, മിണ്ടണ്ട എന്നോട്, ഞാൻ പോവാ. അയ്യോ, ആ കുട്ടി ചിരിച്ചപ്പോൾ ചുമ്മാ ചിരിച്ചതാ ഞാൻ, ശ്രീ പറഞ്ഞു. എനിക്കതൊന്നും അല്ല സങ്കടം. ശ്രീയേട്ടനെ എനിക്കറിയാം. ആര് ചിരിച്ചാലും ശ്രീയേട്ടൻ എന്നെ വിട്ടു പോവില്ല. പിന്നെ എന്തിനാ ഈ ദേഷ്യം എന്നോട്? എന്നോട് ദേഷ്യം കാണിക്കല്ലേ പെണ്ണേ, പ്ലീസ്, ശ്രീ പറഞ്ഞു. ആ ചെക്കൻ മഹാവഷളാ. എന്തിനാ അവനോട് കോർക്കാൻ പോയത്? വഷളനെന്നു പറഞ്ഞാ അത്രയും വഷളനാ. അവനോട് മിണ്ടാൻ പോലും നിൽക്കണ്ട, ഗൗരി പറഞ്ഞു. ആ ശരി, മിണ്ടുന്നില്ല, പോരെ. ഈ വീർത്ത് കയറ്റിവെച്ച മുഖം ഒന്ന് മാറ്റി ഒന്ന് ചിരിക്കടാ, ശ്രീ പറഞ്ഞു. ഗൗരി ചിരിച്ചു. ദിവസവും ചന്ദനവും രാമച്ചവും തേച്ചു കുളിച്ച് പെണ്ണിന് ചന്തം കൂടി. ആ ശ്രീകോവിലിരിക്കുന്ന ഭഗവതിക്ക് പോലും ഇല്ലല്ലോ എന്റെ പെണ്ണേ നിന്റെ ഭംഗി. ശ്രീ ഗൗരിയെ നോക്കി നിന്നു. മതി മോനെ, എന്തിനാ ഈ പതപ്പിക്കലെന്ന് എനിക്ക് മനസ്സിലായി. ഉമ്മയ്ക്ക് വേണ്ടിയല്ലേ? കിട്ടില്ല മോനെ. 4-5 കൊല്ലമായി ഒരു ഉമ്മയും പിടിച്ച് നടക്കുന്നു, അതും കവിളത്ത്. അത് കിട്ടാൻ നിന്റെ കാല് പിടിക്കണം. കവിളിൽ നിന്ന് ഒരു പ്രമോഷനുമില്ല. ഉമ്മയിൽ നിന്നൊന്ന് അപ്ഗ്രേഡ് നടക്കുവോ? അതുമില്ല. ഞാനായതുകൊണ്ട്, അല്ലെങ്കിൽ വേറെ വല്ല ആണുങ്ങളും ആയിരുന്നേ ഇപ്പൊ ഇതൊന്നും അല്ല. ഞാനിങ്ങനെ മൂത്തു പോകത്തേ ഉള്ളൂ, ശ്രീ പറഞ്ഞു. ശ്രീ പറഞ്ഞത് കേട്ട് ഗൗരി ചിരിച്ചു. നീ അങ്ങനെ ചിരിച്ചോ? ശ്രീയുടെ കള്ളച്ചിരികൾ കണ്ട് ദൂരെ ശ്രീജ ചുറ്റും നോക്കി. ദൈവമേ, ഇവനെന്താ ഇങ്ങോട്ട് വരാത്തെ? ആരെങ്കിലും കണ്ടാലോ? ഇവൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ടാ എന്താ പറയാ? ശ്രീജ പേടിയോടെ നോക്കി നിന്നു. എടാ, എഴുന്നേക്കടാ ശ്രീ, അരുൺ ശ്രീയെ വിളിച്ചു. ഇവനിത് എന്തുറക്കുവാ? ശ്രീയെ, എഴുന്നേൽക്ക്, ഇന്ന് ഉത്സവമാണടാ. എന്താ അരുൺ? ശ്രീ എഴുന്നേറ്റു. ഇന്ന് ഉത്സവല്ലേടാ, നീ എന്തുറക്കാ? അരുൺ ചോദിച്ചു. ഇന്നലെ കുറെ വൈകി ഉറങ്ങാൻ, അതാ. നീ കുളിച്ചോ? ഏയ്, വാ, നമുക്കൊന്ന് കുളത്തിൽ ചാടാം. അരുൺ ശ്രീയെ കുത്തി എഴുന്നേൽപ്പിച്ചു. ശ്രീയും അരുണും കുളത്തിലേക്ക് നടന്നു. അരുൺ മൂക്കുയർത്തി മണം പിടിച്ചു. എടാ, എവിടുന്നാടാ ഈ ചന്ദനത്തിന്റെ മണം? ശ്രീ ചിരിച്ചു. നീ നടന്നോ, ഞാനിപ്പോ വരാം. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, നടക്കട്ടെ. അരുൺ എന്തോ ആലോചിച്ച് കുളത്തിലേക്ക് നടന്നു. ഗൗരി, ഒളിച്ചിരിക്കാതെ വാ, ശ്രീ പറഞ്ഞു. പറമ്പിലെ മരത്തിന്റെ മറവിൽ നിന്ന് ഗൗരി വന്നു. പച്ചയും നീലയും കലർന്ന ധാവണിയുടുത്ത് മുടി തോർത്തുകൊണ്ട് കെട്ടി ചുറ്റിവെച്ചിരിക്കുന്ന ഗൗരിയെ ശ്രീനാഥ് നോക്കി നിന്നു. ഈ ധാവണി ഞാൻ പിറന്നാളിന് എടുത്തു തന്നല്ലേ നിനക്ക്? ശ്രീ ചോദിച്ചു. ആ ശ്രീയേട്ടാ, ഇന്ന് ഉത്സവത്തിന് ഇതുടുത്താ മതി, ശ്രീ പറഞ്ഞു. ഞാൻ പോട്ടെ, ഒരുപാട് പണികളുണ്ട്. പോയിക്കോ. പിന്നെ എന്റെ റൂമിലെ ഷെൽഫിൽ ഒരു ബ്ലൂ ഷർട്ടുണ്ട്, ഒന്ന് അയൺ ചെയ്ത് വെക്കണേ, മുണ്ടും. അതൊക്കെ ചെയ്യാം, അയൺ ചെയ്ത് തീരുന്നവരെ റൂമിലേക്ക് വരരുത്, ഗൗരി പറഞ്ഞു. നിന്നെ കെട്ടിയാൽ ഞാൻ ഈച്ചയാട്ടി ഇരിക്കേണ്ടി വരും, ശ്രീ ചിരിച്ചു. ശ്രീ ചെല്ലുമ്പോൾ അരുൺ കുളത്തിലിറങ്ങി നിൽക്കുകയായിരുന്നു.
കഴിഞ്ഞ കുറുകൽ? അരുൺ ചോദിച്ചു. കഴിഞ്ഞേ. ഇപ്പോ ഷർട്ട് അയൺ ചെയ്യാൻ പറഞ്ഞു വിട്ടു. എന്നാ എന്റെ കൂടെ ഒന്ന് തേക്കാൻ പറയായിരുന്നു, അരുൺ പറഞ്ഞു. എയ്യടാ, അതിന് നീ ഒരുത്തിയെ വളച്ചു വെച്ചിട്ടുണ്ടല്ലോ, അവള് തേച്ചു തരും. എന്റെ പെണ്ണിനെ നോക്കണ്ട. ഞാൻ വളച്ചവൾ എന്നെ തേക്കാതിരുന്നാ മതിയായിരുന്നു. അരുൺ കുളത്തിലേക്ക് മുങ്ങി. ഉത്സവത്തിന് അമ്പലത്തിലെത്തിയപ്പോൾ മുതൽ രാധികയുടെ കണ്ണുകൾ തിരഞ്ഞത് ശ്രീനാഥിനെ ആയിരുന്നു. ചുറ്റമ്പലത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും ദേവിയുടെ വിളക്കും ചിലമ്പും വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. രാധചേച്ചി, അഞ്ജു അവിടേക്ക് വന്നു. അഞ്ജു, വിളക്കും ചിലമ്പും എത്താറായില്ലേ? രാധിക ചോദിച്ചു. ആ ചേച്ചി, ഞാൻ വരുമ്പോൾ ശ്രീമൂലസ്ഥാനത്ത് പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. കുട്ടേട്ടനാ വിളക്കും ചിലമ്പുള്ള താലം പിടിച്ചിരിക്കുന്നെ. ചേച്ചി, ഈ നീലസാരി നല്ല ചേർച്ചയുണ്ട് ചേച്ചിക്ക്. സുന്ദരിയായിരിക്കുന്നു. താങ്ക് യു. രാധിക ചിരിച്ചു. ഒന്ന് വഴിമാറി നിൽക്കുക, തിരുമേനി വന്നു പറഞ്ഞു. വിളക്കും ചിലമ്പും വരുന്നുണ്ട്, ശ്രീകോവിലേക്ക് വഴി കൊടുക്കുക. ആൾക്കാർ മാറി നിന്നപ്പോൾ തിരുമേനി ശ്രീകോവിലിന് മുൻപിൽ വന്നു നിന്നു. ദേ രാധചേച്ചി, വിളക്കും ചിലമ്പും വരുന്നു, അഞ്ജു പറഞ്ഞു. രാധിക വിളക്കിലേക്കോ ചിലമ്പിലേക്കോ നോക്കിയില്ല. രാധിക ശ്രീയെ തന്നെ നോക്കി നിന്നു. ശ്രീ വിളക്കും ചിലമ്പുമായി ശ്രീകോവിലിനു മുൻപിൽ നിന്ന് ഭഗവതിയെ തൊഴുത് വിളക്കും ചിലമ്പുമുള്ള തളിക തിരുമേനിയെ ഏൽപ്പിച്ചു. ശ്രീ വീണ്ടും ഭഗവതിയെ തൊഴുതു. അപ്പോഴേക്കും അമ്പലത്തിന് പുറത്ത് മേളം തുടങ്ങിയിരുന്നു. കുട്ടിമാമ, ബലൂൺ മേടിച്ച് താ, എനിക്ക് ഐസ്ക്രീം കൂടി വേണം. മനക്കിലെ പിള്ളേര് സെറ്റ് ശ്രീയെ വിളിച്ചു. ആ വായോ. ശ്രീ പിള്ളേരുമായി ബലൂൺ വാങ്ങാൻ പോയി. ഇപ്പൊ എല്ലാവർക്കും ആയില്ലേ? ശ്രീ ചോദിച്ചു. ഇനി ഐസ്ക്രീം. പിള്ളേര് ശ്രീയെ വിട്ടില്ല. ഐസ്ക്രീം അരുൺമാമ വാങ്ങിച്ചു തരാം. അരുൺ അവിടേക്ക് ചെന്നു. എനിക്കില്ലേ ശ്രീയേട്ടാ ബലൂൺ? ഗൗരി ചോദിച്ചു. കൂട്ടത്തിലെ ഏറ്റവും ചെറുത് നീയല്ലേ, ഏത് കളറാണ് വേണ്ടത്? ശ്രീ ചോദിച്ചു. റെഡ്. ഗൗരി ചൂണ്ടിക്കാണിച്ചു. ചേട്ടാ, ആ റെഡ് ബലൂൺ. ഇപ്പോ ആകമൊത്തം എത്രയായി? ശ്രീ ബലൂൺ ഗൗരിക്ക് നേരെ നീട്ടിയതും രാധിക അത് വാങ്ങിപ്പോയി. ശ്രീ രാധികയെ നോക്കി. താങ്ക്സ്. രാധിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീ ഗൗരിയെ നോക്കി. ഗൗരി ദേഷ്യത്തോടെ നിന്നു. ഞാൻ പോവാ വീട്ടിലേക്ക്. ഗൗരി അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി എന്തൊക്കെയോ പറഞ്ഞു പോകുന്നത് ശ്രീ കണ്ടു. ചേട്ടാ, ഇനി റെഡ് ബലൂൺ ഉണ്ടോ കാറ്റ് നിറയ്ക്കാൻ? ഉണ്ടെങ്കിൽ എല്ലാം നിറച്ചു തരുവോ? അയാൾ വേഗം ഒരുപാട് റെഡ് ബലൂൺ നിറച്ച് ശ്രീക്ക് കൊടുത്തു. ശ്രീ പേഴ്സിൽ നിന്ന് എത്രയെന്നെണ്ണാതെ കാശെടുത്തു കൊടുത്തു. സാറേ, ബാക്കി? വേണ്ട. ശ്രീ ബലൂണും കൊണ്ടോടി. ശ്രീ കൈനിറച്ച് ബലൂണും കൊണ്ട് പോകുന്നത് രാധിക കണ്ടു. ഹേ, ഇങ്ങേര് ബലൂൺ കച്ചവടം തുടങ്ങിയോ? അവൾ ചിരിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രീജയും ഭാനുമതിയും നിൽക്കുന്നുണ്ടായിരുന്നു. ഗൗരിക്കാവും ഇത്രയും ബലൂൺ, ഭാനുമതി പറഞ്ഞു. ഇവനിതിങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാന്നൊരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഭാനു, ശ്രീജ പറഞ്ഞു. അവനോടൊന്നും എതിർത്ത് പറയാൻ പോലും പറ്റില്ല. നമ്മുടെ കുട്ടിയല്ലേ. അവന്റെ മനസ്സിൽ ഗൗരി ആഴത്തിൽ പതിഞ്ഞുപോയി. ഭാനുമതി പറഞ്ഞു. എനിക്കറിയില്ലൊന്നും എന്തൊക്കെ ഇനി ഉണ്ടാവുമെന്ന്, ശ്രീജ പറഞ്ഞു. ശ്രീ മനക്കിലെ പത്തായപ്പുരയിലേക്ക് ചെല്ലുമ്പോൾ ഗൗരി കട്ടിലിൽ കിടക്കുകയായിരുന്നു. ശ്രീ ബലൂണെല്ലാം കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ടു. നോക്ക്, ഒന്നല്ല ഒരുപാട് ബലൂണുണ്ട്, അതും ഒക്കെ റെഡ്. പിണങ്ങല്ലേ? ഞാൻ കരുതിയോ ആ പെണ്ണ് അത് വാങ്ങുമെന്ന്? ശ്രീ കട്ടിലിലിരുന്നു. ഗൗരി കണ്ണുകൾ തുടച്ചെഴുന്നേറ്റു. ഇന്ന് ഞാൻ ശ്രദ്ധിച്ചു, ആ പെണ്ണ് രാധിക എപ്പോഴും ശ്രീയേട്ടനെയാ നോക്കുന്നത്. അവൾക്ക് ശ്രീയേട്ടനോട് ഇഷ്ടമുണ്ട്, എനിക്ക് മനസ്സിലായി, ഗൗരി പറഞ്ഞു. ആയിക്കോട്ടെ, അതിനെന്താ? എനിക്ക് അവളോടില്ലല്ലോ. എനിക്ക് സ്നേഹം മുഴുവൻ നിന്നോടല്ലേ, ശ്രീ പറഞ്ഞു. എനിക്കിഷ്ടമല്ല ശ്രീയേട്ടനെ അങ്ങനെ നോക്കുന്നേ. അധികാരം എടുക്കുകയല്ല ഞാൻ, അതിനുള്ള അവകാശം എനിക്കില്ല. എന്നാലും എനിക്ക് ശ്രീയേട്ടൻ കൈവിട്ട് പോവാന്ന് തോന്നുക. 4-5 വർഷമായില്ലേ ശ്രീയേട്ടാ ഈ മനസ്സിൽ ശ്രീയേട്ടനെ കൊണ്ട് നടക്കുന്നു. നഷ്ടപ്പെട്ടാൽ ഭ്രാന്തിയാകും ഞാൻ. നഷ്ടപ്പെടില്ലല്ലോ,
ഒരിക്കലും നഷ്ടപ്പെടില്ല. ഞാനുണ്ടല്ലോ എപ്പോഴും നിന്റെ കൂടെ. നീ സ്നേഹിക്കുന്ന പോലെ ഒരാൾക്കും എന്നെ സ്നേഹിക്കാനാവില്ല. നിന്നെപ്പോലെ ഏത് പെണ്ണാ ഗൗരി എന്റെ വട്ടുകൾക്ക് കൂട്ടിരിക്കാറുള്ളത്? ബാംഗ്ലൂർ പോയാൽ നിന്നെ ഒന്ന് വിളിക്കാറ് പോലുമില്ല ഞാൻ. പക്ഷേ നീ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഒരു പരാതി പോലും പറയാതെ. വിളിച്ചില്ലേലും ഈ മനസ്സിൽ ഞാനാണെന്ന് എനിക്കറിയാം, ഗൗരി പറഞ്ഞു. എന്നാ വാ, അമ്പലത്തിൽ പോകാം, ശ്രീ പറഞ്ഞു. അമ്പലത്തിൽ രാത്രി പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരികെ പോകാനുള്ള തിരക്കിലായിരുന്നു. ആൽത്തറയിൽ ഇരുന്നിരുന്ന രാധിക പോകാനായി ഇറങ്ങിയതും രാധികയുടെ മുൻപിൽ ഒരു നാഗം വന്ന് നിന്നു. അമ്മേ! രാധിക നിലവിളിച്ചു. എല്ലാവരും രാധികയുടെ നിലവിളി കേട്ട് ചുറ്റും നോക്കി. അയ്യോ, പാമ്പ്! തല്ലിക്കൊല്ലതിനെ! വേണ്ട, പാമ്പല്ല, നാഗമാ, കരിമൂർക്കൻ! ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. അയ്യോ എന്റെ മോളെ, അയ്യോ മോളെ! ജയ കരഞ്ഞു തുടങ്ങി. അങ്ങോട്ട് പോവല്ലേ, കുട്ടീനെ അത് കൊത്തും, രഘു പറഞ്ഞു. മോളെ അനങ്ങല്ലേ കണ്ണാ, സത്യൻ പറഞ്ഞു. അനങ്ങല്ല രാധു, അനങ്ങിയ അത് കൊത്തും. എടാ ശ്രീ, നീ ഒന്ന് വന്നേ. അരുൺ ശ്രീയുടെ കൈ പിടിച്ച് രാധിക നിൽക്കുന്നിടത്ത് വലിച്ചുകൊണ്ടുവന്നു. രാധിക കണ്ണും പൂട്ടി നിൽക്കുകയായിരുന്നു. ആ നാഗം രാധികയെ നോക്കി പത്തി വിടർത്തി നിന്നു. കരിനാഗമാണല്ലോ, ശ്രീ പറഞ്ഞു. ശ്രീ മെല്ലെ രാധികയുടെ അടുത്തേക്ക് ചെന്നു. കുട്ടി പോവല്ലേ, അത് കൊത്തും, നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. എല്ലാവരും ശ്രീയെ നോക്കി നിന്നു. ശ്രീ നാഗത്തിന്റെ അടുത്തെത്തി മുട്ടുകുത്തി നിന്നു. പോ നിന്റെ ഇരിപ്പിടത്തിലേക്ക്, ഇവിടെ ആളുകൾ കൂടുന്നതാണെന്ന് നിനക്കറിഞ്ഞൂടെ? രാധിക ശ്രീയുടെ ശബ്ദം കേട്ടപ്പോൾ കണ്ണു തുറന്നു. നാഗം പതിയെ ഇഴഞ്ഞുപോയി. ശ്രീ എഴുന്നേറ്റതും രാധിക എല്ലാവരും നോക്കി നിൽക്കെ ശ്രീയെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും ഞെട്ടി, ഒപ്പം ശ്രീയും. കാശിയുടെ കണ്ണിൽ ദേഷ്യം ആളിപ്പടർന്നു. ശ്രീ നോക്കുമ്പോൾ 2 കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടപ്പോൾ ശ്രീക്ക് ദേഷ്യം വന്നു. ശ്രീ രാധികയെ അടർത്തി മാറ്റി കൈകൾ ഉയർത്തി രാധികയുടെ കവിളിലടിച്ചു. അപ്രതീക്ഷിതമായതിനാൽ രാധിക വീഴാൻ പോയി. രാധികയെ പിടിക്കാൻ പോയ രഘുവിനെ രാധികയുടെ മുത്തച്ഛൻ ശങ്കരൻ തടഞ്ഞു. ശ്രീ ദേഷ്യത്തോടെ രാധികയെ നോക്കി മുണ്ടു മടക്കിക്കൊത്തി നടന്നുപോയി. ശ്രീയുടെ ഭാഗത്തുനിന്നുള്ള ആ പ്രതികരണം രാധികയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിലും കൂടുതലായിരുന്നു. വീട്ടിലെത്തിയതും രാധിക റൂമിൽ കയറി വാതിലടച്ചു. തന്റെ ബാഗ് തുറന്ന് ശ്രീയുടെ ഫോട്ടോ എടുത്തു. എന്തിനാ എന്നെ തല്ലിയത്? ഞാൻ ഭയപ്പെട്ടത് കൊണ്ടല്ലേ, അറിയാതെയല്ലേ കെട്ടിപ്പിടിച്ചത്. എന്നെ തല്ലുവെന്ന് ഞാൻ കരുതിയില്ല. എന്തോ ഇയാളോട് ഒരിഷ്ടം തോന്നിയിരുന്നു, അതിപ്പോ പോയി. എല്ലാവരുടെ മുൻപിൽ വെച്ച് എന്നെ തല്ലിയില്ലേ. രാധിക ശ്രീയുടെ ഫോട്ടോയിലേക്ക് നോക്കി കരഞ്ഞു കിടന്നു. രാധികയുടെ ഭാവങ്ങൾ മറ്റൊരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശ്രീ പറമ്പിന്റെ അറ്റത്തുള്ള കുളിക്കടവിൽ പോയിരുന്നു. എന്തിനാ ഈ ഇരുട്ടത്ത് ഇവിടെ വന്നിരിക്കുന്നേ? ഗൗരി അവിടേക്ക് വന്നു. ഒന്നുമില്ല, ശ്രീ പറഞ്ഞു. തല്ലേണ്ടിയിരുന്നില്ല, പേടിച്ചിട്ടാകോ ശ്രീയേട്ടനെ കെട്ടിപ്പിടിച്ചത്, ഗൗരി പറഞ്ഞു. നിന്റെ കണ്ണുകൾ നിറഞ്ഞതോ? ശ്രീ ചോദിച്ചു. അത് പിന്നെ പെട്ടെന്നങ്ങനെ കണ്ടപ്പോ കണ്ണു നിറഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷേ ശ്രീയേട്ടൻ ആ കുട്ടീനെ തല്ലുമെന്ന് കരുതിയില്ല. മുംബൈയിൽ വളർന്ന കുട്ടിയല്ലേ, നാഗത്തെ കണ്ടപ്പോ അത്രമാത്രം ഭയന്നുപോയി കാണും. ഗൗരി ശ്രീയുടെ തോളിലേക്ക് തല ചായ്ച്ചു. ശ്രീ പതിയെ മൂളി. ശ്രീയേട്ടാ, നാളെ ആ കുട്ടിയെ കാണാണെങ്കിൽ സോറി പറഞ്ഞേക്കണേ. പാവം, എല്ലാവരുടെയും മുൻപിൽ വെച്ച് തല്ല് കിട്ടിയപ്പോ ഒരുപാട് അപമാനം തോന്നിക്കാണും. അതിന്റെ കണ്ണീര് എന്റെ ശ്രീയേട്ടന്റെ തലയ്ക്ക് മീതെ വരണ്ട. പറയാം, നീയല്ലേ എന്റെ ജഡ്ജ്. നിന്റെ വാക്കിനു മേലെ എനിക്ക് എവിടെ അപ്പീലിന് പോകാനാകില്ലല്ലോ. ശ്രീ ഗൗരിയെ ചേർത്ത് പിടിച്ചു. അയ്യടാ. ഗൗരി ശ്രീയെ തള്ളി മാറ്റി. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ. ശ്രീ ചിരിച്ചു. പ്ലീസ്, ഒരു വട്ടം കെട്ടിപ്പിടിച്ചോട്ടെ, പ്ലീസ്. ഗൗരി മൂളി.
എൻ്റെ അമ്മോ. ശ്രീ ഗൗരിയെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ശ്രീയേട്ടാ, ഒരു പാട്ട് പാടുവോ? ആർദ്രമീ ധനുമാസ രാവുകളൊന്നിൽ. ഗൗരി ചോദിച്ചു. പാടാം. ശ്രീ ഗൗരിയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖീ. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖീ. പിറ്റേന്ന് ശ്രീ പുറത്തുപോയി വരുമ്പോഴാണ് ക്ലാസ് കഴിഞ്ഞു വരുന്ന രാധികയെ കണ്ടത്. രാധികയെ കണ്ടതും ശ്രീ ബുള്ളറ്റ് നിർത്തി. രാധിക ശ്രീയെ നോക്കിയില്ല. കുട്ടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ശ്രീ പറഞ്ഞു. എന്റെ പേര് കുട്ടിയെന്നല്ല, രാധികയെന്നാ. രാധിക ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. ഓക്കെ രാധിക, ഐ ആം റിയലി സോറി. ഞാൻ തന്നെ തല്ലാൻ പാടില്ലായിരുന്നു. റിയലി സോറി. നീ എന്നെ കെട്ടിപ്പിടിച്ചപ്പോ എന്റെ പെണ്ണിന്റെ കണ്ണു നിറഞ്ഞു. അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ ഞാൻ തല്ലിപ്പോയത്. അവള് പറഞ്ഞു നിന്നോട് ക്ഷമ ചോദിക്കാൻ. സോറി. അത്രയും പറഞ്ഞ് ശ്രീ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു പോയി. ശ്രീ പറഞ്ഞത് കേട്ടുനിന്നതേ ഉള്ളൂ രാധിക. നെഞ്ചിനകത്ത് ഭാരം കയറ്റിവെച്ച പോലെ തോന്നി രാധികയ്ക്ക്. എത്ര തടുക്കാൻ ശ്രമിച്ചിട്ടും രാധികയുടെ കണ്ണുകൾ അനുവാദം കൂടാതെ ഒഴുകിത്തുടങ്ങി. എന്തിനാ ഞാൻ കരയുന്നേ? രാധിക സ്വയം ചോദിച്ചു. രാധിക വീട്ടിലെത്തിയിട്ടും ആരോടും ഒന്നും മിണ്ടിയില്ല. വസ്ത്രം പോലും മാറാതെ രാധിക ബാൽക്കണിയിൽ പോയിരുന്നു. എന്റെ പെണ്ണിന്റെ കണ്ണു നിറഞ്ഞു. അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ശ്രീ പറഞ്ഞ വാക്കുകൾ വീണ്ടും രാധികയുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. അവള് പറഞ്ഞു നിന്നോട് ക്ഷമ ചോദിക്കാൻ. അവള് പറഞ്ഞതുകൊണ്ടാ എന്നോട് സോറി പറഞ്ഞേ. ഇല്ലെങ്കിൽ പറയില്ലായിരുന്നു. അപ്പോ ഇന്നലെ അമ്പലത്തിൽ അവൾ ഉണ്ടായിരുന്നു. ആരാ അത്? ആ കുട്ടിയെ കണ്ടെത്തണം. എനിക്ക് കാണണം ആ പെണ്ണിനെ. രാധിക ഓരോന്നാലോചിച്ചിരിക്കുമ്പോഴാണ് റോഡിലൂടെ അഞ്ജു ക്ലാസ് കഴിഞ്ഞു പോകുന്നത് കണ്ടത്. രാധിക ആരും കാണാതെ വഴിയിലേക്കിറങ്ങി. അഞ്ജു, രാധിക വിളിച്ചു. എന്താ രാധു ചേച്ചി? നീ ഇങ്ങ് വന്നേ, എനിക്ക് കുറച്ച് കാര്യം അറിയണം. രാധിക അഞ്ജുവിന്റെ കൈ പിടിച്ച് പാടത്തിന്റെ അറ്റത്തുള്ള കലുങ്കിന്റെ അടുത്തേക്ക് പോയി. എന്താ ചേച്ചി? അഞ്ജു ചോദിച്ചു. നിന്റെ കുട്ടേട്ടനില്ലേ, ശ്രീനാഥ്, അയാൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? രാധിക പ്രതീക്ഷയോടെ ചോദിച്ചു. സ്നേഹിക്കുന്നുണ്ട്, അഞ്ജു പറഞ്ഞു. ആരെ? രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു. ഗൗരി ചേച്ചിയെ. അതാരാ ഗൗരി? എവിടെയാ വീട്? എന്താ ചെയ്യുന്നേ? കാണാൻ എങ്ങനെയാ? രാധിക ഒറ്റയടിക്ക് ചോദിച്ചു. കാളിയാർ മനയിലെ കാര്യസ്ഥൻ രാമേട്ടന്റെ മകളാ ഗൗരി ചേച്ചി. നല്ല സുന്ദരിയാ. സുന്ദരിയെന്ന് പറഞ്ഞാൽ സത്യം പറയട്ടെ, രാധിക ചേച്ചി മാറി നിൽക്കും. അത്രയും ഭംഗിയാ, അഞ്ജു പറഞ്ഞു. എന്നാലും കാര്യസ്ഥന്റെ മകളെ സ്നേഹിക്കേ? രാധിക ചോദിച്ചു. അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവർക്ക് തന്നെ അറിയില്ല എത്ര വർഷമായെന്ന്. കുട്ടേട്ടൻ MBBSന് പഠിക്കുമ്പോൾ തുടങ്ങിയതാ. അന്ന് ഗൗരി ചേച്ചി +1-ലാ. കുട്ടേട്ടന് ഗൗരി ചേച്ചിയെന്ന് വെച്ചാൽ കുട്ടേട്ടൻ മരിക്കും, അത്രയ്ക്കിഷ്ടാ. ഗൗരി ചേച്ചിക്ക് അങ്ങനെയാ. മനയ്ക്കലെ എല്ലാവർക്കും അറിയും. ആരും പരസ്പരം പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. കുട്ടേട്ടൻ ഗൗരി ചേച്ചീനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. അത്രയ്ക്കും ഭ്രാന്തമായ സ്നേഹ കുട്ടേട്ടന് ഗൗരി ചേച്ചിയോട്. ആരാ ഗൗരി ചേച്ചി സ്നേഹിക്കാതിരിക്കുക? അത്രയും പാവാ ചേച്ചി. രാധികയുടെ ഉള്ളു പിടഞ്ഞു. പക്ഷേ അഞ്ജു നിർത്തി. പക്ഷേ? രാധിക ചോദിച്ചു. എന്താ അഞ്ജു? ഗൗരി ചേച്ചി മരിച്ചു. അഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. വാട്ട്? മരിച്ചെന്നോ? നീ എന്തൊക്കെയായി പറയുന്നേ? ഇന്ന് എന്നെ കണ്ടപ്പോ നിന്റെ കുട്ടേട്ടൻ എന്നെ തല്ലിയതിന് മാപ്പ് പറഞ്ഞു. എന്റെ പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞതുകൊണ്ടാ തല്ലിയെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ മരിക്കുക? രാധിക ചോദിച്ചു. ഞാൻ സത്യാ പറഞ്ഞത് രാധി ചേച്ചി. ഗൗരി ചേച്ചി മരിച്ചിട്ട് 4 വർഷമാകുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുളത്തിൽ വീണ് കിടന്നിരുന്ന ഗൗരി ചേച്ചി എടുത്തു കിടത്തിയത് കുട്ടേട്ടനാ.
എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് കുട്ടേട്ടന് മെഡിസിൻ PGക്ക് അഡ്മിഷൻ കിട്ടിയ ആഘോഷമായിരുന്നു മനയ്ക്കൽ. ഞങ്ങളും ഉണ്ടായിരുന്നു. രാത്രി നല്ല മഴയായതിനാൽ അന്ന് ഞങ്ങൾ മനയ്ക്കൽ തന്നെ കൂടി. പിറ്റേന്ന് ഗൗരി ചേച്ചിയുടെ അമ്മ ഗൗരി ചേച്ചീനെ അന്വേഷിച്ചു നടന്നു. കണ്ടില്ല. പിന്നെ എല്ലാവരും അന്വേഷിച്ചു നടന്നു. പറമ്പിന്റെ അറ്റത്ത് പറമ്പിലേക്ക് വെള്ളമെടുക്കാൻ കുഴിച്ച കുളത്തിൽ വീണുകിടക്കുന്ന ഗൗരി ചേച്ചിയാണ് എല്ലാവരും കണ്ടത്. നനഞ്ഞു കുതിർന്ന ഒരു റോസാപ്പൂ പോലെ. കുട്ടേട്ടന് വലിയൊരു ഷോക്കായിരുന്നത്. ഗൗരി ചേച്ചിയുടെ ചിത കത്തിത്തീരുന്നതുവരെ കുട്ടേട്ടൻ അതിനടുത്തിരുന്നു. ചേച്ചി മരിച്ചു കിടക്കുമ്പോൾ ഉടുത്തിരുന്ന ധാവണി ഇന്ന് ശ്രീയേട്ടൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ധാവണി മാത്രമല്ല, ഗൗരി ചേച്ചിയുടേതായ എല്ലാം ഒരു നിധി പോലെ. ഇന്നും കുട്ടേട്ടൻ ഗൗരി ചേച്ചി ജീവനോടുണ്ടെന്ന് കരുതി ജീവിക്കുക. കുട്ടേട്ടൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അടുത്തുപോയി നിന്ന് നോക്ക്. കുട്ടേട്ടൻ ഗൗരി ചേച്ചിയോട് സംസാരിക്കുന്നത് കേൾക്കാം. ശരിക്കും നമുക്ക് തോന്നും ഗൗരി ചേച്ചി കുട്ടേട്ടന്റെ അടുത്തുണ്ടെന്ന്. അതേപോലെയാ സംസാരമെല്ലാം. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരാളെ. മറ്റുള്ളവർ ഗൗരി ചേച്ചി ജീവനോടെ ഉണ്ടെന്ന പോലെ അഭിനയിക്കുക കുട്ടേട്ടന് മുൻപിൽ. അഞ്ജു കണ്ണു തുടച്ചു പറഞ്ഞു. രാധികയെല്ലാം കേട്ടുനിന്നു. അസൂയ തോന്നുക ഗൗരിയോട് എനിക്ക്. മരിച്ചിട്ടും നിന്റെ കുട്ടേട്ടൻ ഗൗരിയെ ഇത്രമാത്രം സ്നേഹിക്കണമെങ്കിൽ ഗൗരി എത്രമാത്രം സ്നേഹിച്ചു കാണും. ഗൗരി എത്ര നല്ല കുട്ടിയായിരിക്കും. രാധിക കരഞ്ഞു. മനസ്സിനൊരു സമാധാനവും ഇല്ലാത്തതിനാൽ രാധിക വൈകിട്ട് അമ്പലത്തിൽ പോയി. ദേവി, ഒരു സ്വസ്ഥതയുമില്ല മനസ്സിന്. അയാള് ശ്രീനാഥ് പാവം. എന്താ അയാൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും നല്ലത് മാത്രം നടക്കണേ. അല്ല, നീ എന്താ പ്രാർത്ഥിച്ചത്? ശ്രീ ആൽത്തറയിലിരുന്ന് ഗൗരിയോട് ചോദിച്ചു. എന്റെ ശ്രീയേട്ടനെ എനിക്ക് കിട്ടണേന്ന് ഗൗരി പറഞ്ഞു. ആഹാ, പിന്നെ നീ പറഞ്ഞ പോലെ ആ പെണ്ണിനോട് ഞാൻ സോറി പറഞ്ഞു. ശ്രീ ഗൗരിയെ നോക്കി ചിരിച്ചു. നല്ല കുട്ടി. എന്നാൽ ഞാൻ നടക്കട്ടെ ശ്രീയേട്ടാ? ഗൗരി ചോദിച്ചു. പോയിരുന്ന് പഠിക്കേട്ടോ. ശ്രീ ചിരിച്ചു. രാധിക ശ്രീയുടെ സംസാരം കേട്ടുനിന്നു. നീ എന്താടി ഇവിടെ നിൽക്കുന്നത്? കാശിയായിരുന്നു. ശ്രീ തിരിഞ്ഞു നോക്കി. ഒന്നുമില്ല കാശിയേട്ടാ. എന്നാ വീട്ടിൽ പോടി. കാശി ദേഷ്യപ്പെട്ടു. രാധിക ഒന്നും മിണ്ടാതെ നടന്നു. രാധികേ! ശ്രീ രാധികയുടെ അടുത്തേക്ക് വന്നു. രാധിക പേടിയോടെ കാശിയെ നോക്കി. എന്നോട് ദേഷ്യമാണോ? ശ്രീ ചോദിച്ചു. ഇല്ല, ഞാൻ പോട്ടെ. രാധിക ഓടിപ്പോയി. എടാ! കാശി ശ്രീയുടെ അടുത്തേക്ക് വന്നു. വലിയടത്തെ പെൺകുട്ടി അവള്. അവളോട് കളിക്കാൻ നിൽക്കണ്ട നീ. ശ്രീ ചിരിച്ചു. അവള് വലിയടത്തെയാണെങ്കി ഞാൻ കാളിയാർ മനയിലേതാ. എന്നോട് കളിക്കാൻ നീ നിക്കണ്ട. നിന്നാൽ ജീവൻ കൊടുക്കുന്നവനാ ഡോക്ടർ. ഞാനതങ്ങ് മറക്കും. ശ്രീ കാശിയെ നോക്കി പറഞ്ഞു. മോള് വരുന്നോ? ഇന്ന് കളരിക്കലെ കുടുംബക്ഷേത്രത്തിൽ കഥകളിയുണ്ട്. ഞങ്ങളൊക്കെ പോകുന്നുണ്ട്, ജയ പറഞ്ഞു. രാധിക ഒന്ന് ആലോചിച്ചു. ചിലപ്പോ ശ്രീയേട്ടൻ വരുന്നുണ്ടെങ്കിലോ? ആ അമ്മേ, ഞാനും ഉണ്ട്. എന്നാൽ വേഗം പോയി റെഡിയാവാം അമ്മയുടെ മുത്ത്. ജയ രാധികയുടെ മുറിക്ക് പുറത്തേക്ക് പോയി. രാധിക വേഗം ബുക്കിനടിയിൽ നിന്ന് ശ്രീയുടെ ഫോട്ടോ എടുത്തു. ശ്രീയേട്ടൻ വരുമോ? വരുമെന്ന് കരുതുന്നു. ഞാനും വരും. ഗൗരി സ്നേഹിച്ച പോലെ ഞാനും സ്നേഹിക്കട്ടെ ശ്രീയേട്ടനെ. ശ്രീയേട്ടൻ, ഈ പേരിപ്പോ എന്റെ നാവിന്റെ തുമ്പത്ത് എങ്ങനെ വന്നു? രാധിക ആലോചിച്ചു. എങ്ങനെ വന്നതായാലും നല്ല പേരല്ലേ ശ്രീയേട്ടൻ. എനിക്കിഷ്ടായി. രാധിക ഓരോന്ന് പറഞ്ഞ് ശ്രീയുടെ ഫോട്ടോ നോക്കി ചിരിച്ചു. കളരിക്കൽ വന്നപ്പോൾ മുതൽ രാധിക ശ്രീയെ നോക്കി നടന്നു. രാധ ചേച്ചി വാ, എല്ലാവരും സ്റ്റേജിന് മുന്നിലാ. അഞ്ജു രാധികയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി. അഞ്ജു മുന്നിൽ തന്നെ സ്ഥലം പിടിച്ചിരുന്നു. കഥകളി തുടങ്ങാൻ കുറച്ചു വൈകും. അതുവരെ നമുക്ക് ഒരു പാട്ട് കേൾക്കാം. നമ്മുടെ നാട്ടിൽ നല്ലൊരു പാട്ടുകാരനുണ്ട്. നമുക്ക് അയാളെ തന്നെ ക്ഷണിക്കാം. ശ്രീ വാ. ശ്രീയുടെ നാട്ടിലെ കൂട്ടുകാരനായ അഭി മൈക്കിലൂടെ ശ്രീയെ വിളിച്ചു. നോ, ശ്രീ പറഞ്ഞു. രാധിക ശ്രീയെ നോക്കി. വാ ശ്രീ, അഭി വീണ്ടും വിളിച്ചു. ചെല്ലടാ, അരുണും ശ്രീശാന്തും പറഞ്ഞു. ശ്രീ സ്റ്റേജിലേക്ക് കയറി. രാധിക ശ്രീയെ നോക്കി നിന്നു.
രാധ ചേച്ചി, കുട്ടേട്ടൻ അടിപൊളിയായിട്ട് പാടും. കുട്ടേട്ടൻ മാത്രല്ല കേട്ടോ, ഗൗരി ചേച്ചിയും. രണ്ടാളും ചേർന്നാൽ പാട്ടും ഡാൻസും ഒക്കെയായിരുന്നു മനയ്ക്കൽ. അഞ്ജു പറഞ്ഞു. എനിക്ക് പാടാനൊന്നും അറിയില്ല, എന്നാലും ശ്രമിക്കാം. പഴയ ഒരു മലയാളം പാട്ടാണ്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി, ഒരു കുടന്ന നിലാവിന്റെ കുളിരുകോരി, നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർപ്പൻ കിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു, 1000 തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. രാധിക കണ്ണിമ വെട്ടാതെ ശ്രീയെ നോക്കിയിരുന്നു. ശ്രീ പാടുന്നതിനിടയിൽ രാധികയെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു. രാധികയ്ക്ക് സന്തോഷമായി. രാധിക ശ്രീയെ നോക്കി ചിരിക്കുന്നത് മറ്റൊരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പുപോലാലോലം ആനന്ദ നൃത്തമാർന്നു. ആ വരികൾ പാടുമ്പോൾ ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീയുടെ ശബ്ദം ഇടറിയത് രാധികയ്ക്ക് മനസ്സിലായി. ശ്രീ മൈക്ക് അഭിക്ക് കൈമാറി ഇറങ്ങിപ്പോകുമ്പോൾ കണ്ണു തുടയ്ക്കുന്നത് രാധിക കണ്ടു. സ്റ്റേജിൽ കഥകളി നടക്കുന്നതൊന്നും രാധിക ശ്രദ്ധിച്ചില്ല. രാധികയുടെ കണ്ണുകൾ ശ്രീക്കു മേലെ തന്നെയായിരുന്നു. കഥകളി കഴിഞ്ഞ് എല്ലാവരും പിരിയാൻ നേരത്താണ് കാറ്റാഞ്ഞു വീശിയത്. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു. ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു കാറ്റ്? കൊടുങ്കാറ്റ് വല്ലതും ആണോ? കാറ്റിൽ സ്റ്റേജ് ആടിയുലഞ്ഞു. അമ്മേ! വീഴാൻ പോയ രാധിക ജയയുടെ കൈ പിടിച്ചു. മോളെ രാധു! ഇപ്പൊ എന്താ ഇത്? എല്ലാവരും കാറ്റിൽ നീങ്ങി തുടങ്ങി. ആണുങ്ങൾ പെണ്ണുങ്ങളെയെല്ലാം ഒരിടത്ത് മാറ്റി നിർത്താൻ തുടങ്ങി. കാറ്റിനൊപ്പം മഴ ആർത്തു പെയ്തു. എല്ലാവരും കളരിക്കലെ വീട്ടിലേക്ക് കയറി. ശ്രീ അമ്മയുടെയും അമ്മായിയുടെയും കൈപിടിച്ച് കളരിക്കലെ വീട്ടിലേക്ക് കയറ്റി. നടക്കമ്മേ, ശ്രീ പറഞ്ഞു. രാധികയ്ക്ക് മാത്രം എങ്ങോട്ടും അനങ്ങാനായില്ല. രാധികയ്ക്ക് തന്നെ ആരോ കെട്ടിയിട്ട പോലെ തോന്നി. കാറ്റിൽ സ്റ്റേജ് ഇടിഞ്ഞു വീണു. രാധു മോളെ! ജയ രാധികയെ വിളിച്ചു. അയ്യോ, എന്റെ മോളെവിടെ? ജയ കരച്ചിൽ തുടങ്ങി. ദേ, സ്റ്റേജിന്റെ കീഴിൽ കാണും, ഒരാൾ വിളിച്ചു പറഞ്ഞു. ആണുങ്ങളെല്ലാം കാറ്റിനെ വകവയ്ക്കാതെ മഴയിലേക്കിറങ്ങി തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരയാൻ തുടങ്ങി. ശ്രീ! അരുൺ വിളിച്ചു. ഇവിടെ ഇല്ലടാ, ഇതിനടിയിലില്ല. ഇവളിതെവിടെ പോയി? ശ്രീ ചുറ്റും നോക്കി. മനക്കലെ നാഗരാജാവിന് മുൻപിൽ 5 നാഗങ്ങളും പത്തി വിടർത്തി നിന്നാടി. ഭഗവതിയുടെ വിളക്കുകൾ തനിയെ തെളിഞ്ഞു. ശ്രീക്ക് തല പെരുത്തു തുടങ്ങി. ശ്രീ 2 കൈകൊണ്ട് തല അമർത്തിപ്പിടിച്ചു. എന്താടാ ശ്രീ? അരുൺ ചോദിച്ചു. ശ്രീ കളരിക്കലെ തറവാടിന് പിന്നിലേക്കോടി. ശ്രീ, നീ എങ്ങോട്ടാ? അരുണിന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. ഇരുട്ടിൽ പറമ്പിലൂടെ ശ്രീ നടന്നു. ശ്രീ മൊബൈൽ ടോർച്ച് ഓൺ ചെയ്തു. ബോധമില്ലാതെ നിലത്തു കിടക്കുന്ന രാധികയെ ശ്രീ കണ്ടു. അപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രീ ശ്രദ്ധിച്ചത്. ഇരുട്ടിൽ തീ പാറുന്ന 2 കണ്ണുകൾ. ശ്രീക്ക് ഭയം തോന്നി. പക്ഷേ പതിയെ ആ 2 കണ്ണുകളും മാഞ്ഞുപോയി. ശ്രീ പെട്ടെന്ന് കണ്ണടച്ചു. കാറ്റടങ്ങി, മഴയും. ശ്രീ രാധികയെ വാരിയെടുത്ത് നടന്നു. കളരിക്കൽ തറവാടിന്റെ ഉമ്മറത്ത് ജയ അപ്പോഴും കരച്ചിലായിരുന്നു. എന്റെ മോള് സത്യ! രഘു സത്യന്റെ തോളിലേക്ക് തലവെച്ചു. അപ്പോഴാണ് ശ്രീ രാധികയെയും കൊണ്ടുവന്നത്. ശ്രീ രാധികയെ ഉമ്മറത്ത് കിടത്തി. മോളെ, മോളെ! ജയയും രഘുവും രാധികയുടെ അടുത്തിരുന്നു. സെറ്റ് സാരി ആയിരുന്നതിനാൽ രാധികയുടെ വസ്ത്രമെല്ലാം മഴ നനഞ്ഞ് നിഴലടിച്ചിരുന്നു. ശ്രീ തന്റെ ഷർട്ടൂരി രാധികയുടെ മേൽ പുതച്ചു കൊടുത്തു. ശ്രീയും അരുണും രാധികയുടെ ഉള്ളംകൈ തിരുമ്മിക്കൊടുത്തു. വേണ്ട! കാശി അലറി. കാശി, ആ കുട്ടികള് ഡോക്ടർമാരാ, അവർക്കറിയാം, കളരിക്കലെ മാധവൻ പറഞ്ഞു. ശങ്കരൻ കാശിയെ നോക്കി. കാശി ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരത്തിനു ശേഷം രാധിക കണ്ണു തുറന്നു. മോളെ! ജയ രാധികയെ തലോടി. കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കൂ രാധികയ്ക്ക്.
ശ്രീ പറഞ്ഞു. ആരോ രാധികയ്ക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. രാധിക അത് മുഴുവനും കുടിച്ചു. എന്താ ഉണ്ടായത്? മോൾ എങ്ങനെയാ പറമ്പിലെത്തിയത്? സത്യൻ ചോദിച്ചു. എനിക്കറിയില്ല. എന്നെ ആരോ കെട്ടിയിട്ട പോലെ തോന്നി. കാറ്റിനൊപ്പം ഞാനും നീങ്ങി. രാധിക ശ്രീയെ നോക്കി. അന്ന് ആ വീട്ടിൽ കണ്ടില്ലേ നമ്മൾ? ആ 2 കണ്ണുകൾ, ഒരു രൂപം, അതെന്നെ അടിച്ചിട്ടു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ശ്രീ മൂളി. ഒരു പേപ്പറും പേനയും തരുമോ? ശ്രീ പേപ്പറിൽ മരുന്ന് കുറിച്ച് രാധികയ്ക്ക് കൊടുത്തു. പനിക്കും രാത്രി. പറ്റുകയാണെങ്കിൽ ഈ മരുന്ന് കഴിക്കാം. ഇല്ലേൽ വേറെ ഡോക്ടറെ കാണാം, ശ്രീ പറഞ്ഞു. പിറ്റേന്ന് ശ്രീ എഴുന്നേറ്റ് റൂമിൽ അവിടേക്കും ഇവിടേക്കും നടന്നു. എന്താടാ, എഴുന്നേറ്റോ നേരത്തെ? അരുൺ റൂമിലേക്ക് വന്നു. നീ എന്താ ഇങ്ങനെ നടക്കുന്നേ? ശ്രീ അരുണിനെ നോക്കി. ശ്രീ, എന്താടാ നിന്റെ കണ്ണു ചുവന്നിരിക്കുന്നേ? എന്തു പറ്റിയടാ? ശ്രീ ഒന്നും മിണ്ടാതെ നടുത്തളത്തിലേക്ക് പോയി. അമ്മേ! ശ്രീ അലറി. എല്ലാവരും നടുത്തളത്തിലേക്ക് വന്നു. 5 നാഗങ്ങളും തല പൊക്കി നിന്നു. എന്താ മോനെ? ശ്രീജ ചോദിച്ചു. ഗൗരി എവിടെ?